ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയും ചെയ്തായിരുന്നു. ട്രസ്റ്റിൻ്റെ വിശേഷങ്ങളും അതേപോലെ എന്താ അവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര്, ഒത്തിരി പേര് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ട്രസ്റ്റ്. ജീവമാതാ കാരുണ്യ ഭവൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷത്തിലധികമായി. ആരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. വളരെ ത്യാഗപൂർവമായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഉദയഗിരിജയുടെ നേതൃത്വത്തിൽ എല്ലാം തൻ്റെ മക്കളാണ് എന്ന ആ ഒരു ചിന്തയിൽ മക്കളെപ്പോലെ തന്നെ സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുത്ത് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. ആ ജീവമാതാ കാരുണ്യ ഭവൻ്റെ പ്രാർത്ഥനാ മണ്ഡപവും അതിൽ അന്നദാന ഹാളും വിപുലീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. എല്ലാം നന്മയും നേരുന്നു. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഈ ഒരു ഇതിനകത്ത് പാവക്കാൻ പറ്റിയതിനകത്ത് വളരെയധികം ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നൊരു അവസരമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതാണ്. ഇവിടെ വരുന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു ബോർഡ് ഞാൻ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതല്ല, ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി, ജീവിതത്തിലേക്കുള്ളൊരു മാർഗം, കുഞ്ഞുങ്ങള്, മക്കള്, അത് ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധത്തെ കുറിച്ചൊക്കെ തന്നെ ആശയങ്ങളെ കണ്ടെത്താനും മനസ്സിലാക്കാനും ഇന്നത്തെ തലമുറ ന്യൂ ടെക്നോളജിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് സാധാരണക്കാരെയും മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയും
അതിനുള്ളൊരു പോസിറ്റീവ് എനർജി തരികയും തരുന്ന ഈ ജീവമാതാ കാരുണ്യ ഭവനിലെ എല്ലാ പ്രവർത്തകരോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച്. ആരോരുമില്ലാത്ത തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളായ അമ്മമാർക്കും CWC വഴി വരുന്ന സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അന്നദാന പന്തലിൻ്റെയും പ്രാർത്ഥനാ ഹാളിൻ്റെയും ധനശേഖരണാർത്ഥം ആരംഭിച്ച സമ്മാന പദ്ധതിയാണിത്. ഈ കൂപ്പണിന് 500 രൂപയാണ് ഒരു ടിക്കറ്റ്. നമുക്കിതിനകത്ത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് യമഹ പാസിനോടൊരു സ്കൂട്ടറാണ്. സെക്കൻഡ് പ്രൈസ് വരുന്നത് LED TV യും മിക്സിയും ജ്യൂസറും അങ്ങനെയുള്ള ഐറ്റംസാണ്. ഏപ്രിൽ 14-ാം തീയതി വിഷുവിൻ്റെ അന്നാണ് ഇതിൻ്റെ നറുക്കെടുപ്പ്. എല്ലാവരും ഇതിൽ പങ്കാളിയാകാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ വീട് കുറച്ചുകൂടെ വികസിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റും വിധം ഞങ്ങളൊരു ഫാമിലിയിലൊരു അംഗമായിട്ട് നിന്ന് ഞങ്ങളെ ഞങ്ങളെ ഫാമിലീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു.